ആഷിഫ് എന്ന ഭർത്താവിന് തൻ്റെ ഭാര്യയായ ഷംന അവസാനമായി വിളിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എൻ്റെ ഉപ്പ എനിക്ക് മറ്റൊരു വിവാഹാലോചന നോക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളുമായുള്ള ബന്ധം ഇനി തുടർന്നു പോകാനാവില്ല എന്ന്. ഇത് കേട്ട ആഷിഫ് പറഞ്ഞത്: അതെങ്ങനെയാണ് സാധിക്കുക? നീ എൻ്റെ ഭാര്യയായിരിക്കുമ്പോൾ എങ്ങനെയാണ് നിനക്ക് മറ്റൊരു വിവാഹം കഴിക്കാൻ കഴിയുക എന്നാണ്. ആഷിഫും ഷംനയും നല്ല രീതിയിൽ തന്നെ തങ്ങളുടെ ദാമ്പത്യ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് ആഷിഫിൻ്റെ സ്വഭാവത്തിൽ പല മാറ്റങ്ങൾ വന്നത്. മദ്യപിക്കാൻ തുടങ്ങുകയും മർദ്ദിക്കാൻ ആരംഭിക്കുകയും അശ്ലീലങ്ങൾ വിളിച്ചു പറയുകയും ചെയ്യുന്ന ഒരു സ്വഭാവരീതി അയാളിൽ ഉടലെടുത്തു. അങ്ങനെയിരിക്കെ 5 മാസങ്ങൾക്ക് മുമ്പാണ് ഷംന ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും പിണങ്ങി തൻ്റെ വീട്ടിലേക്ക് പോയത്. ആ ഇടക്കാണ് ഭർത്താവിനെ വിളിച്ച് അവസാനമായി ഷംന ഇത്തരത്തിലൊരു വാക്ക് പറഞ്ഞത്: ഇനി എനിക്ക് നിങ്ങളുമായി മുന്നോട്ട് പോകാനാവില്ല എന്നും ഞാൻ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ പോകുകയാണെന്നും. അങ്ങനെ സ്വന്തം ഭർത്താവിനോട് ഇത്തരത്തിൽ സംസാരിക്കുന്നത് കേട്ട ഷംനയുടെ വീട്ടുകാർ അനുമോദിക്കുകയാണ് ചെയ്തത്. പെൺകുട്ടികളാണെങ്കിൽ ഇങ്ങനെ വേണം എന്നും, അല്ലാതെ വിഷമിച്ചിരുന്ന് ജീവൻ കളയാനുള്ള സാഹചര്യത്തിലേക്കൊന്നും എത്തിപ്പോകരുതെന്നൊക്കെ വീട്ടുകാരുടെ വാക്കുകൾ കേട്ടപ്പോൾ ഷംനയ്ക്കും അത് വളരെ വലിയ ആശ്വാസമായി. ഷംനയും ആഷിഫും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് തീർക്കാൻ വേണ്ടി വീട്ടിലും പള്ളി കമ്മിറ്റിയിലെല്ലാം വെച്ച് പല ചർച്ചകൾ നടന്നിരുന്നു. അതൊന്നും യാതൊരു ഫലവും കാണാത്തതിൻ്റെ പേരിൽ അന്നത്തെ ദിവസമായിരുന്നു അവസാനമായി ഷംനയുടെ വീട്ടുകാരും ആഷിഫിൻ്റെ വീട്ടുകാരും ഷംനയും ആഷിഫും തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുവാൻ ഒത്തൊരുമിക്കാൻ തീരുമാനിച്ചിരുന്നത്. ആ ദിവസം തന്നെയാണ് ഷംന തൻ്റെ ഭർത്താവിനോട് ഇനി നമ്മൾ ഒരിക്കലും ദാമ്പത്യ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം അകലാൻ പോകുകയാണെന്നും ഞാൻ മറ്റൊരു വിവാഹത്തിലേക്ക് എത്താൻ പോകുകയാണെന്നും ആഷിഫിനോട് പറഞ്ഞത്. അങ്ങനെ അന്ന് വൈകുന്നേരത്തോടു കൂടി ആഷിഫും വീട്ടുകാരും ഷംനയുടെ വീട്ടുകാരും പള്ളി കമ്മിറ്റി അംഗങ്ങളും നാട്ടിലെ മുതിർന്ന ആളുകളും കൂടി ചർച്ച ആരംഭിച്ചു. ഷംനയോട് അഭിപ്രായം ചോദിച്ചപ്പോൾ ഷംന പറഞ്ഞത് എനിക്കൊരിക്കലും ഇയാളുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്നാണ്. ഇതിന് കാരണമായി ഷംന പ്രധാനമായും പറഞ്ഞത് ആഷിഫ് ഒരു കള്ള് കുടിയനാണെന്നും തൻ്റെ കുടുംബത്തിൽ ആരും തന്നെ അത്തരമൊരു പ്രവൃത്തി ചെയ്യാറില്ല എന്നും അതുകൊണ്ട് തന്നെ എനിക്ക് ഇയാളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല എന്നുമാണ്. അങ്ങനെ ഷംനയുടെ വീട്ടുകാരുടെ വാദം തുടങ്ങി. ഗൾഫുകാരനാണെന്ന് പറഞ്ഞിട്ടാണ് മകളെ കെട്ടിച്ചു കൊടുത്തതെന്നും അതിനുശേഷം ഗൾഫ് ഉപേക്ഷിച്ച് നാട്ടിലായി എന്നും കൊടുത്ത പണ്ടങ്ങളിൽ 10 പവനോളം നശിപ്പിച്ചെന്നൊക്കെയാണ് ഷംനയുടെ കുടുംബം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ. ഇത്തരം പ്രവർത്തനമെല്ലാം ചെയ്ത് കള്ളും കുടിച്ച് നാട്ടിൽ തെണ്ടി നടക്കുന്ന ഇവൻ്റെ കൂടെ എൻ്റെ മകളെ പറഞ്ഞയക്കണോ എന്നാണ് ഷംനയുടെ ഉപ്പ ചോദിച്ചത്. അങ്ങനെ ഭർത്താവായ ആഷിഫിനോട് അഭിപ്രായം ചോദിച്ചപ്പോൾ ആഷിഫ് പറഞ്ഞത് എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല, എൻ്റെ ഭാര്യയോടാണ് എനിക്ക് പറയാനുള്ളത് എന്ന്. അത് കേട്ട ഭാര്യ പറഞ്ഞത് എനിക്ക് ഒരിക്കലും തന്നെ നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല എന്നും എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണമെന്നും അല്ലെങ്കിൽ ഞങ്ങൾ കേസ് കൊടുത്ത് നിയമത്തിൻ്റെ വഴിക്ക് പോകുമെന്നുമാണ്. അങ്ങനെ കുടുംബക്കാർ തമ്മിൽ വാക്കേറ്റമുണ്ടായി. അവിടെ നിന്ന് അവർ ഒരു തീരുമാനവുമാവാതെ പിരിഞ്ഞു. ആ പോകുന്ന വഴിക്ക് ആഷിഫ് തൻ്റെ ഭാര്യയുടെ വാട്സപ്പിലേക്ക് ഒരു വോയിസ് മെസ്സേജ് അയച്ചു. അതിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഷംന, ഞാൻ എന്തുകൊണ്ടാണ് കള്ളുകുടിയനായതെന്നും ഗൾഫ് ഉപേക്ഷിച്ചതെന്നും നിനക്കറിയില്ലേ? 2 വർഷം ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന എന്നോട് നാട്ടിലേക്ക് വരാനും ഇവിടെ എന്തെങ്കിലും ബിസിനസ് നടത്താനുമൊക്കെ പറഞ്ഞത് നീയല്ലേ? എൻ്റെ ദേഹത്തുള്ള പണ്ടങ്ങൾ അത് നമുക്ക് വേണ്ടി എൻ്റെ വീട്ടുകാർ തന്നതാണെന്ന് പറഞ്ഞ് അങ്ങനെയല്ലേ നിൻ്റെ സ്വർണം ഞാൻ 10 പവൻ എടുത്തത് എന്നിങ്ങനെയുള്ള വാക്കുകളാണ് ആഷിഫ് തൻ്റെ ഭാര്യയായ ഷംനയുടെ വാട്സപ്പിലേക്ക് അയച്ച വോയിസിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ നാട്ടിലെത്തിയ ആഷിഫ് ഒരു ബിസിനസ് തുടങ്ങാനായി തൻ്റെ ഭാര്യയുടെ 10 പവൻ എടുത്തു. അങ്ങനെ തുടങ്ങിയ ബിസിനസ് കോവിഡ് കാലത്തെ പ്രയാസങ്ങളിൽ തകർന്നു പോകുകയും പിന്നീട് വലിയ നിരാശയിലായ ആഷിഫ് ഒരു ബീർ കഴിക്കുകയും ചെയ്തു. അത് തൻ്റെ ഭാര്യയോട് ആഷിഫ് തന്നെയാണ് പറഞ്ഞിരുന്നത്. അത് ആഷിഫ് പറഞ്ഞില്ലെങ്കിൽ ഭാര്യ അറിയുക പോലും ചെയ്യുമായിരുന്നില്ല. അങ്ങനെ ആഷിഫ് ഒരു ബീർ കുടിച്ച കാര്യം പറഞ്ഞപ്പോഴാണ് തൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയത്. അങ്ങനെ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോകാൻ നിൽക്കുന്ന ഭാര്യയുടെയും കുട്ടിയുടെയും എല്ലാം തലയിൽ കൈവച്ച് ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ചെയ്യില്ല എന്ന് ആഷിഫ് സത്യം ചെയ്ത് പറഞ്ഞിരുന്നു. എൻ്റെ ഭാവി ഓർത്തുള്ള വിഷമത്താലാണ് താനിങ്ങനെ ചെയ്തതെന്നും തൻ്റെ ഭാര്യയോട് പറഞ്ഞു. അങ്ങനെ എൻ്റെ വിഷമം പറഞ്ഞിട്ടും നീ അത് അംഗീകരിക്കാത്തത് കൊണ്ട് നിന്നെ ഞാൻ ഒരു പ്രാവശ്യം തല്ലി, അല്ലാതെ ഞാൻ നിന്നെ എപ്പോഴെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നിങ്ങനെയൊക്കെയുള്ള വാക്കുകളും ആഷിഫ് അയച്ച ആ വോയിസിലുണ്ടായിരുന്നു. ഈ വോയിസ് കേട്ടതോടുകൂടി ഷംന ആകെ ഒന്ന് പതറി. ആ വോയിസ് മുഴുവനായി കേൾക്കുന്ന മുമ്പ് തന്നെ കുടുംബക്കാർ ഷംനയുടെ കയ്യിൽ നിന്നും തൻ്റെ മൊബൈൽ ഫോൺ തട്ടിപ്പിടിച്ചു വാങ്ങിവെച്ചു. അത് മുഴുവനായി ഷംന കേട്ടില്ല. അതിൽ ആഷിഫ് വീണ്ടും പറഞ്ഞിരുന്നു: എന്തിനു വേണ്ടി നമ്മൾ പരസ്പരം മനസ്സിലാക്കി ചെയ്യേണ്ട ഈ കാര്യം 2 കുടുംബം തമ്മിലുള്ള വലിയ പ്രശ്നത്തിലേക്ക് തള്ളിവിടുന്നു എന്ന്. നിന്നെ ഇപ്പോൾ ചേർത്ത് പിടിച്ചവരൊന്നും ഒരു വേളയിൽ നിന്നെ കഴിഞ്ഞു പോകുന്ന സമയം വന്നാൽ
നിനക്ക് അത് വലിയ പ്രയാസമാകുമെന്നും. അപ്പോഴൊക്കെ ഷംനയുടെ കുടുംബക്കാർ, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നിനക്ക് അവനേക്കാളും നല്ലൊരു ഭർത്താവിനെ ലഭിക്കുമെന്നുള്ള കാര്യങ്ങളാണ് ഷംനയോട് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ തൻ്റെ ഭർത്താവിൻ്റെ വോയിസ് കേട്ട ഷംനയുടെ മനസ്സിൽ വല്ലാത്തൊരു വേവലാതിയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് സത്യസന്ധമായ കാര്യങ്ങളാണല്ലോ എന്നുള്ള ഒരു തിരിച്ചറിവ് ആ നേരം മുതൽ ഷംനയുടെ മനസ്സിനുള്ളിൽ അലതള്ളി. അങ്ങനെ പിന്നീടാണ് ഷംന തൻ്റെ ഭർത്താവായ ആഷിഫിൻ്റെ വോയിസ് മുഴുവനായി കേട്ടത്. ഇത് കണ്ടപ്പോൾ ഷംനയുടെ മനസ്സിൽ വീണ്ടും വിഷമം അധികരിച്ചു. തൻ്റെ ഭർത്താവിൻ്റെ ഭാഗത്തും ന്യായമുണ്ടെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി തുടങ്ങി. അങ്ങനെ ഷംന തൻ്റെ ഉപ്പയോട് പറഞ്ഞ്, ഉപ്പ ഇപ്പോൾ തന്നെ വക്കീലിനെ ഒന്നും കാണണ്ട, കുറച്ച് ദിവസങ്ങൾ കഴിയട്ടെ എന്നാണ്. അപ്പോൾ ഉപ്പ പറഞ്ഞത്, എന്തിനാണ് നമ്മൾ വെറുതെ കാത്തിരിക്കണം, അവർ ഇവിടെ വന്ന് വഴക്ക് കൂടി പോയതെല്ലാം നീ കണ്ടതല്ലേ. നമ്മൾ ഇപ്പോൾ കേസ് കൊടുക്കുകയാണെങ്കിൽ തന്നെ അതിന് കുറേ സമയമെടുക്കും. അതിൽ ഒരു വിധിയൊക്കെ വരുമ്പോൾ അങ്ങനെ കേസ് കൊടുക്കണമെന്നുള്ള അഭിപ്രായം തന്നെയായിരുന്നു ഷംനയുടെ ഉപ്പാക്ക്. അവിടെ ഷംനയുടെ ഒരു വല്യമ്മയുണ്ടായിരുന്നു. ആ വല്യമ്മയുടെ വാക്കുകളാണ് ഷംനയുടെ മനസ്സ് മാറ്റിയത്. ആ പ്രായമായ ഉമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, പണ്ടെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിക്കഴിഞ്ഞാലും അത് ഒത്തുതീർപ്പാക്കി വീണ്ടും ഒന്നിപ്പിക്കാനായിരുന്നു പലരും ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്ത് ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് വഷളാക്കി കുടുംബം തകർക്കാനാണ് പലരും ശ്രമിക്കുന്നത് എന്നുള്ള വാക്കുകളും ഷംനയുടെ മനസ്സിൽ ആഴത്തിൽ തന്നെ മുറിവുണ്ടാക്കി. അങ്ങനെ ഷംനയുടെ വല്യമ്മ വീണ്ടും പറയാൻ തുടങ്ങി, എന്തായാലും മോളൊന്ന് ആലോചിച്ച് ഒരു തീരുമാനമെടുക്കുക. നിന്റെ കുട്ടിയുടെ ഉപ്പയല്ലേ അവൻ. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് പൊരുത്തപ്പെട്ടു നൽകാനും സ്നേഹിക്കാനുമല്ലേ ഹബീബായ നബി തങ്ങൾ നമ്മളോട് പറഞ്ഞത് എന്നിങ്ങനെയൊക്കെയാണ് വല്യമ്മ വീണ്ടും പറഞ്ഞത്. പക്ഷേ വല്യമ്മയുടെ വാക്കിനൊന്നും ആ വീട്ടിൽ യാതൊരു വിലയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നീട് ഷംന തൻ്റെ ഭർത്താവായ ആഷിഫിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് 2 പേർക്കും കൂടെ ഒരു കൗൺസിലിങ്ങിന് പോയാലോ എന്ന്. ഷംനയുടെ ഇത്തരം വാക്ക് കേട്ട ആഷിഫിന് അത് മനസ്സിന് വലിയ ആശ്വാസം തന്നെ നൽകി. അങ്ങനെ 2 പേരും പോയി പരസ്പരം കാര്യങ്ങളെല്ലാം സംസാരിച്ച് അവർ ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെ ഷംന തൻ്റെ ഉപ്പയോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകുകയാണ്. അങ്ങനെ അവർ വീണ്ടും ജീവിതത്തിൽ ഒന്നിച്ചു. ഇതുപോലെ നിസ്സാര പ്രശ്നങ്ങളിൽ അകന്നു കഴിയുന്ന ധാരാളം ഭാര്യ ഭർത്താക്കന്മാർ നമ്മുടെ ഇടയിലുണ്ട്. വളരെ പറഞ്ഞു തീർക്കാൻ മാത്രമുള്ള ചെറിയ പ്രശ്നങ്ങളായിട്ടും അവരുടെ ഈ ചെറിയ പ്രശ്നങ്ങൾ ഊതി വീർപ്പിച്ച് വഷളാക്കുന്നത് കുടുംബക്കാരും നാട്ടുകാരും ഒക്കെയാണ്. ഇത്തരം ആളുകളോടൊക്കെ പറയാനുള്ളത്, ചെറിയ പ്രയാസങ്ങളുമായി നിങ്ങളുടെ അടുത്തെത്തുന്ന ഭാര്യ ഭർത്താക്കന്മാരെ ആ പ്രശ്നം വളരെ വലിയതാക്കി അവരെ ഒരിക്കലും പിരിക്കാൻ ശ്രമിക്കരുത്. തീർച്ചയായും ഒരു പെണ്ണിനെ തൊലാക്ക് ചെല്ലപ്പെടുന്നത് അള്ളാഹുവിന് തീരെ ഇഷ്ടമല്ല. വളരെ നിസ്സാര പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും ഇത്തരക്കാർ എത്തുക. പക്ഷേ ആ എരിതീയിലേക്ക് എണ്ണ കോരിയൊഴിച്ച് അവരുടെ ജീവിതം തന്നെ കുളം തോണ്ടാനായിരിക്കും പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇത്തരം പ്രശ്നങ്ങളിൽ നിലകൊള്ളുന്നവർ പരസ്പരം മനസ്സിലാക്കുകയും കാര്യങ്ങൾ രമ്യമായി പറഞ്ഞ് തീർക്കുകയും തുടർന്ന് ജീവിതത്തിലേക്കെത്തുകയുമാണ് ചെയ്യേണ്ടത്. ഇത്തരം കാര്യം തീരുമാനിക്കുന്നവർ അങ്ങേയറ്റം അവരെ ചേർത്ത് വെക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. എന്നിട്ടും അവർക്ക് ഒന്നു ചേരാൻ കഴിയുന്നില്ലെങ്കിലേ ഒരു വിവാഹമോചനത്തിലേക്ക് ഇവരെ നയിക്കാൻ പാടുള്ളൂ.